ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ദിനമായിട്ടാണ് നാം ഇന്ന് ആഘോഷിക്കുന്നത്. എല്ലാ തൊഴിലാളികൾക്കും അധ്വാനത്തെ പ്രാർത്ഥനയായി ജീവിതത്തിൻ്റെ ഏറ്റവും നന്മ നിറഞ്ഞ സമർപ്പണമായി കാണുന്ന ഓരോരുത്തർക്കും ഈ നല്ല ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും വലിയ സന്തോഷത്തോടെ സ്നേഹത്തോടെ നേരുകയാണ്. ക്രിസ്തു അറിയപ്പെട്ടത് അപ്പൻ്റെ തൊഴിലുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളത് വചനം എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. ആ നാട്ടുകാർ യേശുവിനെക്കുറിച്ച് പറഞ്ഞത്, അല്ലെങ്കിൽ യേശുവിന് കൊടുത്ത ടൈറ്റിൽ തന്നെ അവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്നുള്ളൊരു ടൈറ്റിലാണ്. അപ്പൻ്റെ പണിയുടെ പേരിൽ മകൻ അറിയപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? യൗസേപ്പിതാവിൻ്റെ തൊഴിൽ ആ നാട്ടിലെങ്ങും അത്രത്തോളം പ്രസിദ്ധമായിരുന്നു. നല്ല ഒരു തച്ചനായിരുന്നു, നാട്ടുകാർക്ക് മുഴുവനും അറിയപ്പെടുന്ന ഒരു തൊഴിൽ മേഖലയിൽ അവൻ തൻ്റെ ജീവിതം സമർപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പൻ്റെ തൊഴിലിൻ്റെ പേരിൽ മകൻ അറിയപ്പെട്ടു എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, അധ്വാനത്തെ നാം കാണേണ്ട രീതി എന്ത് എന്ന് തച്ചനായ യൗസേപ്പിതാവ് നമ്മെ പഠിപ്പിച്ച് തരികയാണ് ജീവിതം കൊണ്ട്. അൽത്താര ബലിക്ക് ഒരുങ്ങുമ്പോൾ ഞാൻ കപ്യാർ ഫ്രാങ്ക്ലിൻ ചേട്ടനോട് ചോദിച്ച്, എന്താണ് ഇന്ന് തൊഴിലാളി ദിനമല്ലേ, തൊഴിലിനെക്കുറിച്ച് അധ്വാനത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? വളരെ സുന്ദരമായിട്ടാണ് കപ്യാർ പറഞ്ഞത്. അച്ഛാ, പണിയെടുക്കാൻ പറ്റുന്ന സമയത്ത് ഒരു സമയം പോലും പാഴാക്കി കളയരുത് എന്നുള്ളതാണ്. ആ മനുഷ്യനത് വെറുതെ പറഞ്ഞതല്ല. ഒരു സമയം പോലും പാഴാക്കി കളയാതെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വിലയുള്ളതാക്കി മഹത്വമുള്ളതാക്കി മാറ്റിയൊരു മനുഷ്യനാണ്. എന്ന് വെച്ചാൽ യൗസേപ്പിതാവിനെ ജീവിത മാതൃകയായി അനുകരിച്ചൊരു മനുഷ്യന്. അതുകൊണ്ട് പള്ളിയിലെ പണി മാത്രമല്ല, പുറത്ത് ഒത്തിരിയേറെ പണി, ഒരു നിമിഷം പോലും പാഴാക്കി കളയാതെ അധ്വാനത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്നൊരു മനുഷ്യന്. ഇപ്പോൾ തൊഴിലാളി ദിനത്തിൽ നമ്മളുടെ കപ്യാർ ഉദാത്തമായൊരു മാതൃകയാണ്. എങ്ങനെയാ തൊഴിലിനെ കാണേണ്ടത്? ആത്മാർത്ഥത വേണം ചെയ്യുന്ന തൊഴിലിന് എന്നുകൂടെ ആ മനുഷ്യൻ കൂട്ടിച്ചേർത്തു. പ്രിയപ്പെട്ടവരെ, ഏർപ്പെട്ടിരിക്കുന്ന ഓരോ തൊഴിലും അത് ദൈവം എനിക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ്, സൗഭാഗ്യമാണെന്ന് തിരിച്ചറിയാൻ പറ്റണം. ഒന്ന് ഓർത്തു നോക്കിയേ, ഒരു പണിയും വേലയില്ലാതിരിക്കുകയാണെങ്കിൽ എത്ര ദിവസം നമുക്ക് പറ്റും? 1-2 ദിവസമൊക്കെ നമ്മൾ ജോലിക്ക് പോയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെയും പണിയില്ലാതിരിക്കേണ്ടി വന്നാൽ ഇതിനെക്കാട്ടിയും വലിയൊരു ഗതികേട് നമുക്കുണ്ട് ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മളുടെ ആറ്റിറ്റ്യൂഡൽ ചേഞ്ച് നമുക്കുണ്ടാകണം. മനോഭാവത്തിൽ ഇന്നത്തെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താ? ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ എന്നുള്ളൊരു മനസ്സാണ് പലർക്കും ഉള്ളത്. ജോലി ഇല്ലേ ഇത്രയും നാളും, എന്നിട്ടും ചിന്തിക്കണം എന്താ, ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ലീവ് എന്ന് വെച്ചാൽ ഈ തൊഴിലിൻ്റെ മഹത്വം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ദുരന്തം എന്നുള്ളതും യൗസേപ്പിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തിയിരിക്കുക. നമ്മൾ ചെയ്യുന്ന തൊഴിൽ അത് എന്തുമായിക്കൊള്ളട്ടെ, അത് ചെറുതാണോ വലുതാണോ എന്നുള്ളതൊക്കെ മറ്റുള്ളവർ വിലയിടേണ്ട കാര്യമല്ല. നീ ചെയ്യുന്ന തൊഴിലിന് നീ കൊടുക്കുന്ന വിലയാ ആ തൊഴിലിൻ്റെ മഹത്വം എന്ന് തിരിച്ചറിയുക. വീട്ടിൽ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി അന്നം വച്ച് വിളമ്പുന്ന അമ്മ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലിൻ്റെ മഹത്വം, അത് ആ ചെയ്യുന്നത് സ്നേഹത്തോടെയാണെങ്കിൽ അതിൻ്റെ മഹത്വത്തിന്, അല്ലെങ്കിൽ ആ തൊഴിലിന് വിലയിടാൻ പറ്റാത്ത അത്രയേറെ വിലയുള്ളതാണ്. അതുകൊണ്ട് തന്നെയല്ലേ വീട്ടിൽ അമ്മ വെച്ച് വിളമ്പുന്ന അന്നത്തിന് മക്കളോ ഭർത്താവോ ഒന്നും വിലയിടാത്തതും കൂലി കൊടുക്കാത്തതും. കാരണം എന്താ? കൂലി ഇടാൻ പോയാൽ വിലയിടാൻ പറ്റൂല, അത്രയും വിലയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർക്കും, പൊതുവേ പറയും, കുറ്റപ്പെടുത്തിയൊക്കെ പറയും, രാവിലെ എഴുന്നേറ്റ് രാത്രി വൈകി കിടന്നിട്ടും ഞങ്ങൾക്കുള്ള തൊഴിലിന് ഒരു വിലയും തരുന്നില്ല. വില തരാത്തത് കൊണ്ടല്ല, മറിച്ച് വിലയിടാൻ പറ്റാത്ത അത്രയേറെ വിലയുള്ളതാണ് നിങ്ങളുടെ അധ്വാനം എന്നുള്ളത് കൊണ്ടാണ്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ഏർപ്പെട്ടിരിക്കുന്ന തൊഴിൽ അത് ചെറുതോ വലുതോ എന്നുള്ളത് മറ്റുള്ളവരല്ല, നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. ചെയ്യുന്ന തൊഴിലിൻ്റെ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഏർപ്പെടുമ്പോൾ, ചെയ്യുമ്പോൾ ഓരോ തൊഴിലും അത്രത്തോളം മഹത്വമുള്ളതാ, വിലയുള്ളതാ, ശ്രേഷ്ഠതയുള്ളതാ, മേന്മയുള്ളതാണെന്ന് തിരിച്ചറിയുക. യൗസേപ്പ് പിതാവ് തൊഴിലാളികളുടെ മധ്യസ്ഥൻ എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അവൻ ചെയ്ത വർക്കിൻ്റെ കുലീനത കൊണ്ടാണ്. അതുകൊണ്ടാണ് നാട്ടിൽ മുഴുവൻ അറിഞ്ഞെന്ന് മാത്രമല്ല, സ്വർഗം പോലും അവൻ്റെ തൊഴിലിനെ അംഗീകരിച്ചു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സന്ദേശം പോലും അവന് ലഭിക്കുമ്പോൾ എന്താ പറയുന്നത്? ദാവീദിൻ്റെ പുത്രനായ ജോസഫ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ടൈറ്റിലിന് തന്നെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. നീ ചെയ്യുന്ന തൊഴിലെ അതിൻ്റെ ഒരു മരപ്പണിക്കാരൻ എന്ന് പറയുമ്പോൾ വലിയ വിലയായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷേ ആ ചെയ്ത തൊഴിലിൻ്റെ മഹത്വം അവൻ തിരിച്ചറിഞ്ഞ് ചെയ്തപ്പോൾ അവന് കിട്ടിയ ടൈറ്റിൽ എന്താ? ഒരു രാജകീയമായ പദവിയാണ്. ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോഴൊക്കെ ഒരു രാജവംശത്തിൽ പിറന്നവന് കിട്ടേണ്ട ഒരു മഹത്വം സ്വർഗം അവന് കൊടുത്തത് എന്തുകൊണ്ടാണ്? അവൻ ചെയ്ത കരവേലയുടെ മഹത്വം കൊണ്ടാണ്. അതുകൊണ്ട് വചനം ഒരൊറ്റ വരി പ്രയോഗത്തിലൂടെ യൗസേപ്പ് പിതാവിന് വരച്ചു വെക്കും. അവൻ നീതിമാനായിരുന്നു എന്ന് വെച്ചാൽ എന്താ? ആരെയും ചതിക്കാതെ എല്ലാവർക്കും കൊടുക്കേണ്ട അർഹത, പരിഗണന അത് തൊഴിൽ മേഖലയിൽ പുലർത്തുന്നവനെ കുടുംബത്തിലും കാണിക്കാൻ പറ്റുള്ളൂ. തൊഴിലിൽ അവൻ അലസനാണെങ്കിൽ, ഉഴപ്പനാണെങ്കിൽ ഉറപ്പായിട്ടും കുടുംബത്തിൽ അവനെ കൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അതുകൊണ്ട് നീ നിനക്ക് വിലയിടുമ്പോൾ ആദ്യം നീ വിലയിടേണ്ടത് നിൻ്റെ തൊഴിലിനോട് നീ കാണിക്കുന്ന കൂറ് എത്രയാണോ അതിനാനുപാതികമായിരിക്കും നിൻ്റെ ജീവിതത്തിന് ദൈവമിടുന്ന വില എന്ന് തിരിച്ചറിയുക. യൗസേപ്പ് പിതാവ് ജീവിതം കൊണ്ട് തൻ്റെ തൊഴിലിൻ്റെ മേന്മ, ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞപ്പോൾ മകന് പോലും അപ്പൻ്റെ തൊഴിലിൻ്റെ മഹത്വത്തിൽ പങ്കുകാരാകാനായിട്ട് പറ്റി. നാം ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലിൻ്റെ മഹത്വം കൊണ്ട് കുടുംബം അറിയപ്പെടട്ടെ, മക്കൾ അഭിമാനിക്കട്ടെ.